ഹലോ ഫ്രണ്ട്സ്, മിക്കു റോക്ക് നാസ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ട്രിവാൻഡ്രത്ത് ഗാന്ധി പാർക്ക് ഉണ്ടല്ലോ, നമ്മുടെ ഈസ്റ്റ് ഫോർട്ടുള്ള ആ ഗാന്ധി പാർക്കിൽ കാറും അതുപോലെ തന്നെ ഓട്ടോറിക്ഷയൊക്കെ ചാർജ് ചെയ്യാൻ വേണ്ടിയുള്ള ആ ഒരു ചാർജിങ് സ്റ്റേഷനാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോയിലേക്ക് കിടക്കാം. പല ഘട്ടങ്ങളിലേക്ക് ട്രിവാൻഡ്രത്ത് വികസനം ചെയ്ത ഒരു പാർക്കാണ് നമ്മുടെ ഗാന്ധി പാർക്ക്, ഈസ്റ്റ് ഫോർട്ടിലുള്ള ഗാന്ധി പാർക്ക്. ഇവിടെ നിന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പത്മനാഭ സ്വാമി ടെമ്പിൾ കാണാൻ പറ്റും. അതുകൂടാതെ തന്നെ നമ്മുടെ മോസ്റ്റ് ഫേമസ് ആയിട്ടുള്ള ഗാന്ധി പാർക്കിൻ്റെ ആ ഒരു വിഷ്വൽ ഒരു ട്രീറ്റും നമുക്ക് ഇവിടെ നിന്ന് തന്നെ കിട്ടും. അപ്പോൾ ഞാൻ രാവിലെയാണ് വന്നത്. രാവിലെ വന്ന സമയത്താണെങ്കിൽ ആൾക്കാരൊക്കെ ഇഷ്ടംപോലെ പേര് ഇവിടെ ആയിട്ട് സംഭവം ഇരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതുകൂടാതെ തന്നെ കാർ ഏകദേശം 25ഓളം കാർ പാർക്ക് ചെയ്യാനുള്ള ഒരു സൗകര്യവും 100ഓളം ബൈക്ക് പാർക്ക് ചെയ്യാനുള്ള ഒരു സൗകര്യവും നമ്മുടെ ഈ ഒരു ഗാന്ധി പാർക്കിലുണ്ട്. അപ്പോൾ ഗാന്ധി പാർക്ക് റീസെൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ നഗരം വികസനത്തോടനുബന്ധിച്ചിട്ട് EV വെഹിക്കിൾസ് ചാർജ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ചാർജിങ് സ്റ്റേഷനാണെങ്കിൽ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടെ കാണിക്കുന്നത്. അപ്പോൾ ഇതായിരിക്കുന്നു നമ്മുടെ EV വെഹിക്കിൾസ്, അതായത് ഇലക്ട്രിക് വെഹിക്കിൾസ് ചാർജ് ചെയ്യാൻ വേണ്ടിയുള്ള ആ ഒരു ചാർജിങ് സ്റ്റേഷൻ. അപ്പോൾ നമുക്ക് ഈ ഒരു ഇലക്ട്രിക് വെഹിക്കിൾസ് ഉള്ള ആൾക്കാർക്കാണെങ്കിൽ കറക്റ്റായിട്ട് ഇത് എങ്ങനെയാണ് സംഭവം ചാർജ് ചെയ്യുക എന്നുള്ള കേസുകളൊക്കെ അറിയാൻ പറ്റും. ഈ ഒരു ഡിസ്പ്ലേയിലാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുക, മറ്റ് ഡീറ്റെയിൽസും ഇൻസ്ട്രക്ഷൻസൊക്കെ വരും. അതോടൊപ്പം തന്നെ സ്കാനർ തൊട്ട് താഴെ ഉണ്ട്. അപ്പോൾ സ്കാനിങ്ങും മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. 3 പ്ലഗ് പോയിൻറ്റ്സ് ഉണ്ട്. 3 വണ്ടികൾക്ക് അറ്റ് എ ടൈം ചാർജ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഫെസിലിറ്റീസ് ഉണ്ട്. അപ്പോൾ നിർദ്ദേശങ്ങൾ മലയാളത്തിലും ഇംഗ്ലീഷിലും സംഭവം എഴുതി വെച്ചിട്ടുണ്ട്. ഡോണ്ട് റിമൂവ് ദ പ്ലഗ് വൈൽ ചാർജിങ്ങും അതുകൂടാതെ തന്നെ മറ്റ് ഡീറ്റെയിൽസൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് സംഭവം, മറ്റ് കാര്യങ്ങൾ, ഡീറ്റെയിൽസ്, എല്ലാ കാര്യങ്ങളും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഏകദേശം നമ്മുടെ ആ ഒരു ഓട്ടോറിക്ഷയൊക്കെ ആണെങ്കിൽ 5 to 6 hours ചാർജിങ് ടൈമാണ്. 80 രൂപയാണ്. അപ്പോൾ സ്കാനിങ് മെത്തേഡിലൊക്കെ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ 3 പ്ലഗ് പോയിൻറ്റ്സാണ് ഇതിൽ മെയിനായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സൈഡിലാണെങ്കിൽ ഇംഗ്ലീഷിലെ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. പ്ലഗ് ഇൻ ദ ചാർജർ, പ്രസ് ദ ചാർജ് ഐക്കൺ, അതുകൂടാതെ തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തന്നെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഇലക്ട്രിക് വെഹിക്കിൾസ് ചാർജ് ചെയ്യാൻ വേണ്ടിയാണ്. ഇവിടെയാണെങ്കിൽ ഒരു ചേച്ചിയാണെങ്കിൽ ഓട്ടോറിക്ഷ സംഭവം ഇട്ടിട്ടാണെങ്കിൽ ചാർജ് ചെയ്യുന്നു, അതോടൊപ്പം ഫുഡ് കഴിക്കുന്നു, ചെറുതായിട്ടൊന്ന് റെസ്റ്റ് ചെയ്യുമ്പോഴേക്കും കറക്റ്റായിട്ട് 6 മണിക്കൂറാവും. അതുകൂടാതെ തന്നെ ചാർജിങ് കഴിയും. ഏകദേശം 2 ചാർജിങ് സ്റ്റേഷനാണ് ഇവിടെ ഉള്ളത്. 2 ചാർജിങ് സ്റ്റേഷൻ നമ്മൾ ടോട്ടൽ 6 വണ്ടിക്ക് അറ്റ് എ ടൈം യൂസ് ചെയ്യാം. ഓക്കെ, സ്മാർട്ട് സിറ്റി ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ തമ്പാനൂരും അതുപോലെ തന്നെയാണ് നമ്മുടെ ട്രിവാൻഡ്രത്തിൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ് ഈസ്റ്റ് ഫോർട്ട്. അപ്പോൾ ആ ഈസ്റ്റ് ഫോർട്ടിൽ കണക്ഷൻ വരുന്ന രീതിയിൽ, അതായത് കണക്റ്റ് ആകുന്ന രീതിയിൽ 2 ചാർജിങ് സ്റ്റേഷൻ ഇവിടെ റെഡിയാക്കിയിട്ടുള്ളത്. സ്മാർട്ട് സിറ്റി വർക്ക് ഇൻ പ്രോഗ്രസ്, EV ചാർജർ, കോഷൻ, കൺസ്ട്രക്ഷൻ ഇൻ പ്രോഗ്രസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഒരു ചെറിയൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഇലക്ട്രിക് വെഹിക്കിൾസ് മാത്രം പാർക്ക് ചെയ്യേണ്ട സ്ഥലത്ത് ഇഷ്ടംപോലെ മറ്റ് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നു എന്നുള്ള ഒരു കുറ്റവും കൂടെ എനിക്ക് പറയാനുണ്ട്. കാരണം വെച്ചാൽ അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇവിടെ ഇലക്ട്രിക് വെഹിക്കിൾസ് ഇല്ല എങ്കിൽ ഇല്ല, പക്ഷേ ആ ഒരു സ്പേസ് ആണെങ്കിൽ അവർക്ക് മാത്രമേ അലോട്ട് ചെയ്യാൻ പാടുള്ളൂ. ഇലക്ട്രിക് വെഹിക്കിൾസ് ചാർജ് ചെയ്യാൻ വേണ്ടിയാണെങ്കിൽ അവർക്ക് മാത്രം സംഭവം കൊടുക്കുക. അല്ലാതെ വേറെ ഏത് വണ്ടികൾ വന്നു കഴിഞ്ഞാലും പാർക്കിംഗ് ഫുള്ള് എന്ന് പറഞ്ഞിട്ട് പുറത്തോട്ട് വിടുക എന്നുള്ളതാണ് സംഭവം ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ മിക്കു റോക്ക് നാസ് ബ്ലോഗർ എന്ന് പറയുന്ന നമ്മുടെ ചാനലിൽ നല്ല ഹൈലൈറ്റ് ആയിട്ട് ഈ വീഡിയോ കാണിക്കുന്നതിൻ്റെ മെയിനായിട്ടുള്ള കാരണം പെട്രോൾ വില ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇതുപോലെ നമ്മൾ EV വെഹിക്കിൾസിനെ പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടി മാക്സിമം നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, മിക്കു റോക്ക് നാസ് ബ്ലോഗർ എന്ന് പറയുന്ന നമ്മുടെ ചാനലിൽ EV വെഹിക്കിൾസ് ചാർജിങ് സ്റ്റേഷൻ, അതായത് ചാർജിങ് പവർ സ്റ്റേഷൻ എന്നൊക്കെ നമുക്ക് പറയാം. ടോട്ടലായിട്ട് നമ്മുടെ ഈസ്റ്റ് ഫോർട്ടുള്ള ഗാന്ധി പാർക്കിലാണെങ്കിൽ 6 വണ്ടികൾക്ക് അറ്റ് എ ടൈം ചാർജ് ചെയ്യാൻ വേണ്ടിയുള്ള ഫെസിലിറ്റി സംഭവം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മിതമായിട്ടുള്ള നിരക്കിലാണ്. അപ്പോൾ എല്ലാവരും ഇത് യൂസ് ചെയ്യുക. അതോടൊപ്പം ഈ വീഡിയോ ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ EV സ്റ്റേഷനിലുള്ള ഡീറ്റെയിൽസൊക്കെയാണ് ഫ്രണ്ട്സ് നിങ്ങൾ ഇതുവരെയും കണ്ടുകൊണ്ടിരുന്നത്. ഈ ഒരു വീഡിയോയിലെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് ഈ ഒരു വണ്ടി സംഭവം ചാർജിങ് ഫുള്ളും കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു ചെറിയൊരു ക്ലിപ്പിങ്സ് ഇവിടെ ഞാൻ കാണിക്കുന്നുണ്ട്. ഈ ഒരു നമ്മളെ ഡ്രൈവർ സീറ്റിൻ്റെ താഴെയായിട്ടിരിക്കുന്ന ഈ ഒരു വണ്ടിയാണ്. ഈ ഒരു സീറ്റിൻ്റെ താഴെ ഇരിക്കുന്ന ഈ ഒരു ബാറ്ററിയാണ് മെയിനായിട്ട് ചാർജിങ്ങിനായിട്ട് സംഭവം
യൂസ് ചെയ്യുന്നതും വെഹിക്കിൾസ് നമ്മുടെ പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടിയുള്ള മെയിനായിട്ടുള്ള വെഹിക്കിൾസ് തന്നെയാണ്. ഏറ്റവും വലിയ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് സബ്സിഡീസ് മാക്സിമം കൊടുക്കുക. ഇഷ്ടംപോലെ ആൾക്കാർ വെഹിക്കിൾസ് വാങ്ങിക്കാൻ വേണ്ടി മാക്സിമം മുന്നോട്ട് വരാൻ വേണ്ടി ശ്രമിപ്പിക്കുക. കാരണം അതിന് വേണ്ടിയുള്ള ലോൺ അലോട്ട് ചെയ്യുക, ഇൻട്രസ്റ്റ് കുറയ്ക്കുക. അതോടൊപ്പം തന്നെ വെഹിക്കിൾസിൻ്റെ ആ ഒരു പ്രൈസ് റേറ്റും കുറയ്ക്കണം എന്നുള്ള ഒരു ആവശ്യം കൂടെ ഞാൻ ഈ വീഡിയോയിൽ കൂടെ പങ്കുവയ്ക്കുന്നു. അപ്പോൾ വെഹിക്കിൾസിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഫ്രണ്ട്സ് നമ്മൾ ഇതുവരെയും ചെയ്തത്. അപ്പോൾ ഈ വീഡിയോ ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ നേരെ ഇനി അടുത്ത ചാല മാർക്കറ്റിലോട്ട് പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ അങ്ങ് പർച്ചേസ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ഓക്കെ.